നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ വ്യാഴാഴ്ച പത്രിക നൽകും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രത്യേക KPCC യോഗം നാളെ. ദേശീയ നേതാക്കൾ വയനാട്ടിലേക്ക്. രാഹുലിന് നാടെങ്ങും അഭിവാദ്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി. അമിത്ഷാ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്തി. മത്സരം ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സുഭാഷ് ബാബു. രാഹുൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതേതരത്വത്തിന്റെ കടക്കൽ കോടാലി വെക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് P. കൃഷ്ണപ്രസാദ്. അന്തിയുറങ്ങാൻ വീടില്ല. പ്രളയ ദുരിതബാധിതർ താലൂക്ക് ഓഫീസിന് മുൻപിൽ കുടിൽ കെട്ടി സമരത്തിന്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 5 മാസമായി കൂലിയില്ല. തൊഴിലാളികൾ പൂതാടി പഞ്ചായത്തിലേക്ക് വെള്ളിയാഴ്ച പട്ടിണി മാർച്ച് നടത്തും. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭ 2019 തിരഞ്ഞെടുപ്പ് വാർത്തകൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും. ബുധനാഴ്ച കോഴിക്കോട്ടെത്തുന്ന രാഹുൽ വ്യാഴാഴ്ച വയനാട് കലക്ട്രേറ്റിൽ ജില്ലാ വരണാധികാരിക്ക് പത്രിക നൽകുമെന്നാണ് സൂചന. രാഹുലിനോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും കോഴിക്കോടെത്തും. റോഡ് ഷോ നടത്തിയ ശേഷമാകും പത്രിക സമർപ്പിക്കുക. വടകരയിൽ K. മുരളീധരൻ പത്രിക സമർപ്പിച്ചു. പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് വയനാട്ടിലെത്തും. കോൺഗ്രസ് പ്രകടന പത്രിക നാളെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പ്രസിദ്ധപ്പെടുത്തും. ബുധനാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ ഡൽഹി കോൺഗ്രസ് ആസ്ഥാനത്ത് പ്രകടന പത്രിക പുറത്തിറക്കുന്ന പരിപാടിക്ക് ശേഷമാകും കേരളത്തിലേക്ക് തിരിക്കുക. റോഡ് ഷോയിലൂടെ പരമാവധി ആളുകളെ കണ്ടുകൊണ്ടാകും പത്രികാ സമർപ്പണത്തിന് രാഹുൽ എത്തുക. എന്നാൽ റോഡ് ഷോയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നാണ് സൂചന. SPG സുരക്ഷയുള്ള നേതാവായതിനാൽ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, സംഘടനാകാര്യ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരും വയനാട്ടിലെത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് വയനാട്ടിൽ പ്രചരണത്തിന്റെ ചുമതല. ഞായറാഴ്ചയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. വയനാട്ടിൽ മത്സരിക്കണമെന്ന KPCCയുടെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയായിരുന്നു. രാഹുലിന്റെ വരവോടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന മത്സരമായി മാറിയിരിക്കുന്നു വയനാട്ടിൽ. ഈ വ്യാഴാഴ്ച രാഹുൽ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റയിൽ നിന്ന് വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി അനുപൂർഗീസ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായതോടെ ജില്ലയിൽ സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മാവോയിസ്റ്റ് ഭീഷണി കൂടെ നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ അതീവ സുരക്ഷയാകും മണ്ഡലത്തിലൊരുക്കുക. കഴിഞ്ഞ മാസം വൈത്തിരിയിൽ മാവോയിസ്റ്റുകളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാൻ സുരക്ഷാ ഏജൻസികൾ രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകിയിരുന്നില്ല. നിലവിൽ രാഹുൽ ഗാന്ധിക്ക് SPG സുരക്ഷയുണ്ട്. ഇതിനു പുറമെയാണ് സംസ്ഥാന പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായതോടെയാണ് ജില്ലയിൽ സുരക്ഷ കർശനമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റ SKMG സ്കൂൾ ഗ്രൗണ്ടിൽ SPG ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പങ്കെടുത്തു. രാഹുലിന്റെ വരവിന് മുന്നോടിയായി അതീവ സുരക്ഷയാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസിന്റെയും കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കേന്ദ്രീകരിക്കുന്നത് ബത്തേരിയിൽ. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബത്തേരിയിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പ്രാദേശിക നേതാക്കൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ UDFന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും പ്രവർത്തന കേന്ദ്രം ബത്തേരിയിലേക്ക് മാറുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകാൻ എത്തുന്ന കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ബത്തേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് വിവരം. ഇന്നും നാളെയുമായി AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ എന്നിവർ എത്തും. ഇതിനു പുറമെ AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരും അടുത്ത ദിവസങ്ങളിലെത്തും. ബത്തേരി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് KPCC പദ്ധതി തയ്യാറാക്കുന്നത്. ഇവർക്കുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് പ്രാദേശിക നേതാക്കൾ. അതിനിടെ 4-ന് പത്രികാ സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി ബത്തേരിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി കൽപ്പറ്റയിലേക്ക് റോഡ് ഷോ നടത്തുമെന്നുമാണ് അറിയുന്നത്.
അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് മേൽ സമ്മർദ്ദമേറുന്നു. ബത്തേരി നഗരസഭയിൽ LDFന്റെ പിന്തുണയുള്ള ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് സംസ്ഥാന UDF നേതാക്കളുടെ ആവശ്യം. അതേസമയം നേതാക്കളുമായി ആലോചിച്ച് UDFുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ കേരള കോൺഗ്രസ് എം ജില്ലയിലെടുത്തിരിക്കുന്ന തീരുമാനം മാറ്റണമെന്നാണ് ജില്ലാ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദമേറുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എം UDFന് പുറത്താണ്. ബത്തേരി നഗരസഭയിൽ കേരള കോൺഗ്രസ് എം LDFനെ പിന്തുണച്ചതോടുകൂടിയാണ് UDFും കേരള കോൺഗ്രസും തമ്മിൽ വേർപിരിഞ്ഞത്. നിലവിൽ LDFന്റെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എം അംഗമാണ് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ ബത്തേരിയിലെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം കോട്ടയത്ത് ഇതിന്റെ തിരിച്ചടിയുണ്ടാവുമെന്നും ചില മുന്നറിയിപ്പുകൾ ഉയരുന്നുണ്ട്. ഇതിനെ തുടർന്ന് UDF സംസ്ഥാന നേതൃത്വം ഇന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് എം അടിയന്തര ജില്ലാ നേതൃയോഗം ചേരുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുമായിട്ട് വരുമ്പോൾ ആ മാതിരി ചെറിയ കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാവുള്ളൂ? 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 540 മണ്ഡലങ്ങളിലും പോകേണ്ടുന്ന ഒരു വലിയ നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ ലഭിച്ചപ്പോൾ അതൊരു വലിയ അനുഭവം, നല്ലൊരു അനുഭവമായിട്ട് എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരിരുന്ന് പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വയനാട് മണ്ഡലത്തിൽ UDFനോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവന കപടമാണെന്ന് UDF ബത്തേരി നഗരസഭാ കമ്മിറ്റി നേതാക്കൾ. ബത്തേരിയിൽ LDFനോടൊപ്പം നിന്ന് UDFനായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കില്ല. രാഹുൽ ഗാന്ധിക്കും UDFനും അനുകൂലമായി പ്രവർത്തിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വന്നിട്ടുള്ളത്. ആ വാക്കിൽ അല്പം പോലും ആത്മാർത്ഥതയില്ല. കപടമായിട്ടുള്ള വാക്കുകളാണ്. CPMന് ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ പിന്തുണ കൊടുക്കുക, എന്നിട്ട് ഇപ്പുറത്തെ UDFന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാം. ആരായത് വിശ്വസിക്കുക? വയനാടിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ് UDF മുൻഗണന നൽകുന്നതെന്ന് UDF നേതാവ് T സിദ്ദിഖ്. വയനാടിന്റെ ആരോഗ്യമേഖലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനുൾപ്പെടെ സത്വര നടപടികൾക്ക് UDF മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുള്ളൻകൊള്ളി മണ്ഡല കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA, KL പൗലോസ്, KK അബ്രഹാം, NU യുലഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരെ ആത്മഹത്യയിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർഷകരുടെ എല്ലാ കടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഓരോ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള നിലപാടുകളുടെ മുന്നോടിയായാണ് 75,000, 2,000 രൂപ ഓരോ കുടുംബത്തിന്റെയും അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആദിവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഈ മാസം 16-ന് മീനങ്ങാടിയിൽ ജില്ലയിലെ ആദിവാസി കോൺഗ്രസ് പ്രവർത്തകരെ അണിനിരത്തി കൺവെൻഷൻ സംഘടിപ്പിക്കും. കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വന്നതിൽ ആദിവാസി കോൺഗ്രസിനും ആദിവാസികൾക്കും വളരെയധികം സന്തോഷമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആദിവാസി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പരിപാടികൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 16-ാം തീയതി രാവിലെ 10 മണിക്ക് ആദിവാസി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു കൺവെൻഷൻ വയ്ക്കുന്നുണ്ട്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചീരാൽ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി DP രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ കണ്ണോത്ത് അധ്യക്ഷനായിരുന്നു.
വെള്ളമുണ്ടയിൽ UDF പ്രവർത്തകർ ആവേശത്തിൽ. രാഹുൽ ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിക്കഴിഞ്ഞതായി നേതാക്കൾ. ജില്ലയിലെ UDFന് ശക്തി കേന്ദ്രമായ വെള്ളമുണ്ട പഞ്ചായത്തിലെ പ്രവർത്തകർ ആവേശത്തിലാണ്. നാളെ വെള്ളമുണ്ടയിൽ പഞ്ചായത്ത് കൺവെൻഷൻ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബൂത്ത് യോഗം, കുടുംബയോഗങ്ങളും സംഘടിപ്പിക്കും. പുൽപ്പള്ളിയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പുൽപ്പള്ളിയിൽ നടത്തിയ പ്രകടനത്തിന് KPCC അംഗം KL പൗലോസ്, NU ഉലഹനാൻ, TS ദിലീപ് കുമാർ, PD സജി എന്നിവർ നേതൃത്വം നൽകി. പെരിക്കലൂരിൽ നടന്ന പ്രകടനത്തിന് വർഗീസ് മുരിയൻകാവിൽ, തോമസ് പാഴുക്കാല എന്നിവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് നെന്മേനി UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിയോട് ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് CT ചന്ദ്രൻ, KK പോൾസൺ, P മൊയ്തീൻ, രാജേഷ് നമ്പിച്ചാൻകുടി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എടവക UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ 2-4 നിന്ന് ആരംഭിച്ച പ്രകടനം പാണ്ടിക്കടവിൽ സമാപിച്ചു. ജോർജ് പടക്കൂട്ടിൽ, HB പ്രദീപ്, ഉഷ വിജയൻ, ബ്രാൻ അഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു പ്രഖ്യാപനം. 2014 അപേക്ഷിച്ച് വോട്ട് വളർച്ചയ്ക്ക് NDAക്ക് ഒരു സാധ്യതയുമില്ലെന്ന് വിമർശകർ വിലയിരുത്തുന്ന വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ ശക്തമായ മത്സരത്തിൽ കുരുക്കാനാകുമോ എന്നാണ് തുഷാർ പരീക്ഷിച്ചു നോക്കുന്നത്. വയനാട് മണ്ഡലത്തിൽ ആദ്യം NDAയിൽ ആൻഡ്രൂ അഗസ്റ്റിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടിരുന്നു. തുടർന്ന് സീറ്റ് BDJSന് കൈമാറുകയും പൈലി വാത്യാട്ട് പ്രചാരണം തുടങ്ങുകയും ചെയ്തിരുന്നു. തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പ്രധാനമന്ത്രിയടക്കം NDA നേതാക്കൾ വയനാട്ടിൽ തുഷാറിനായി പ്രചാരണത്തിനിറങ്ങുമെന്ന് സൂചനയുണ്ട്. CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ NDA വിട്ടുപോയത് വയനാട്ടിൽ തുഷാറിനെ ബാധിക്കുമെങ്കിലും ശബരിമല പ്രശ്നവും പ്രധാനമന്ത്രിയുടെ ഇടപെടലും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതെന്ന് BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ തുടക്കം കുറിക്കും. തൃശൂർ ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ BJP നേതൃത്വം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ രാഹുൽജി ഇവിടെ എത്തിയാണെങ്കിൽ തുഷാർജി തന്നെ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം BJPയുടെ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അല്ല, BDSന്റെ തീരുമാനമല്ല തുഷാർജി ഇവിടെ മത്സരിക്കുക എന്നുള്ളത്. BJPയുടെ തീരുമാനമാണ്. അത് NDAയുടെ ഘടകകക്ഷി, പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ അമിത്ഷാജിയുടെ തീരുമാനം തന്നെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ കാരണം? അത് വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്താണ് അതിന്റെ സാധ്യതകൾ? എന്ത് സാധ്യതകളാണ് വെച്ചിട്ടാണ്? വലിയ സാധ്യതകളാണ്. ഇന്ന് LDFനും UDFനും എതിരെ ഉള്ള ജനവികാരം അത് തുഷാർജിൽ കൂടി അത് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധ്യമാകുമെന്നുള്ള ആ വിശ്വാസമാണ്. ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കാൻ മത്സരിക്കുന്ന കോൺഗ്രസ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യശത്രു ആരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് പിണറായി കുറ്റപ്പെടുത്തി. ഈ രാജ്യം ഒന്നടങ്കം BJPയെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നീങ്ങുന്നു. അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ഇടതുപക്ഷത്തെ നേരിടാൻ വരുന്നത് BJPയെ പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണോ? ഇവിടെ ഏത് BJPയാണ് നേരിടുന്നത്? ആർക്കു വേണ്ടി? അതാണ് പ്രശ്നം. മതേതര ബദലിന്റെ കടക്കൽ കോടാലി വയ്ക്കുന്ന സമീപനമാണ് രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വമെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ ട്രഷറർ P കൃഷ്ണപ്രസാദ്. ദേശീയാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതേതര ബദലിനെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ബാധിക്കുമെന്നും P കൃഷ്ണപ്രസാദ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം BJPക്കെതിരെ ഉയർന്നു വരേണ്ട മതനിരപേക്ഷ ജനാധിപത്യ ബദലിനെ കോടാലി കൈയായി മാറിയിരിക്കുകയാണ്. അയാൾ വർഗ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഈ രാജ്യത്തെ കുത്തക മുതലാളിമാരുടെ താല്പര്യമാണ് കാർഷിക പ്രതിസന്ധി നിലനിൽക്കുക. ആ കാർഷിക പ്രതിസന്ധിക്കെതിരെ സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള കോടാലി കൈയായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ വർഗ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ 2ാം ഘട്ട പര്യടനം തിരുനെല്ലി പഞ്ചായത്തിലെ കുമ്പാരക്കുനിയിൽ നിന്ന് ആരംഭിച്ചു. പനവല്ലി, വെള്ളാഞ്ചേരി, ബാവലി, പാൽവെളിച്ചം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം OR കേളു MLA, PV സഹദേവൻ, NN പ്രഭാകരൻ, K റഫീഖ്, EJ ബാബു, KM വർക്കി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ പുതുതായി അവർ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ദേശീയ നേതാവ് വരികയാണെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് അവരെന്താണ് പറയാൻ പോകുന്നത് എന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അതേ ഹെലികോപ്റ്ററിൽ എപ്പോഴെങ്കിലും വന്നാൽ വയനാട് മിക്കവാറും മഞ്ഞ സമയമാവും.
ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. ഹെലികോപ്റ്റർ എടുത്ത് ടാറ്റ പറഞ്ഞ് പ്രളയ സമയത്ത് പോലും തിരിച്ചു പോകേണ്ടി വന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരാൾ നേതാവിനെ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യമാവുമെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. മുഖ്യശത്രുവായി BJP കാണുന്നതിന് പകരം കേരളത്തിൽ വന്ന് മത്സരിച്ച് ഇടതുപക്ഷമാണ് യഥാർത്ഥ ശത്രുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് DYFI ജില്ലാ സെക്രട്ടറി K. റഫീഖ് പുൽപ്പള്ളിയിൽ പറഞ്ഞു. ഇന്ത്യയിലെ RSSന്റെ ഭരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യത്തെ തന്നെ തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യ ശത്രുവായി BJPയെ കാണുന്നതിന് പകരം ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിച്ചുകൊണ്ട് ഇടതുപക്ഷമാണ് യഥാർത്ഥ ശത്രു എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്കാണ് ആ സ്ഥാനാർത്ഥികളെ നമ്മൾ കാണേണ്ടത്. കോൺഗ്രസിന് BJPയെ ചെറുത്തു തോൽപ്പിക്കാൻ നേരിട്ട് ഏറ്റുമുട്ടാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷന് പോലും ധൈര്യമില്ലാതാവുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം. മാത്രമല്ല വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചന കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. പ്രളയം കഴിഞ്ഞ് പിലാക്കാവ് മണിയൻകുന്നിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർ പെരുവഴിയിൽ. പ്രതിഷേധവുമായി രണ്ടാം തവണയും പ്രദേശവാസികൾ തഹസിൽദാർക്ക് മുൻപിൽ. 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് സബ് കളക്ടറുടെ ഉറപ്പ്. 2 ദിവസത്തിനകവും പ്രശ്നം പരിഹാരമില്ലെങ്കിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ കുടിൽ കെട്ടി താമസിക്കുമെന്നും പ്രദേശവാസികൾ. ധനസഹായത്തിന് വിലങ്ങുതടിയായത് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8-9 തീയതികളിലായാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത്. അന്ന് മണിയൻകുന്നിലും പ്രളയം നാശം വിതച്ച കുടുംബങ്ങളാണ് സർക്കാർ ധനസഹായത്തിനായി താലൂക്ക് ഓഫീസ് കയറിയിറങ്ങുന്നത്. ഇവർക്കുള്ള സഹായം ചുവപ്പുനാടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. വീടും സ്ഥലവും നഷ്ടപ്പെട്ട 24 കുടുംബങ്ങൾ വാടക വീടുകളിലും ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി കഴിയുകയാണ്. വാടക നൽകാത്തതിനാൽ പലരെയും ഇറക്കിവിട്ട അനുഭവം ഇവിടെയുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടാണ് ധനസഹായത്തിന് വിലങ്ങുതടിയെന്ന് റവന്യൂ അധികൃതർ പറയുമ്പോഴും അന്തിയുറങ്ങാൻ ഒരിടമില്ലാതെ കഴിയുകയാണ് പിലാക്കാവ് മണിയൻകുന്ന് പ്രദേശവാസികൾ. പണിക്ക് പോയിട്ടില്ല, വാടകയ്ക്ക് താമസിക്കാൻ വാടക കൊടുക്കാൻ നിർവാഹമില്ല. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കുവാണ്. ഇപ്പോൾ എവിടെ പോയി താമസിക്കുന്ന ഒരു നിശ്ചയം. ചെറിയ കുഞ്ഞു കുട്ടിയാണുള്ളത്, 8 മാസം പ്രായമുള്ള ആ കുട്ടി ഇതുവരെ കൂട്ടിക്കൊണ്ടല്ല പ്രസവിച്ചിട്ട് പെണ്ണിൻ്റെ കുഞ്ഞു കുട്ടീനെ കൊണ്ട് നമ്മൾ എന്ത് വെള്ളം കൊടുക്കുക അതിന് കുടിക്കാൻ? ഒരു അടുക്ക് വെള്ളമാണ് വരുന്നത്. ഇപ്പോൾ അടുക്ക് വെള്ളം മലേൻ്റെ അടിയിൽ വരുന്ന കറിയായ വെള്ളമാണ് വരുന്നത്. അത് ചോദിച്ച് കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വെള്ളം ഞങ്ങൾ കുടിക്കുക. ഞങ്ങൾ ദിവസം രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. ഇന്ന് പ്രതിഷേധങ്ങൾക്ക് നഗരസഭാ കൌൺസിലർ മുജീബ് കോടിയോടൻ, മനോജ് പിലാക്കാവ്, പ്രവീൺ മന്നംകുന്ന്, സുഹൈർ ഇടിക്കയത്താഴത്ത്, ലീല മന്നത്തുപുരയിൽ, സാവിത്രി, ഷെരീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് വിഷൻ, മാനന്തവാടി. വരണ്ടുണങ്ങി വയനാട്. സുൽത്താൻ ബത്തേരിയിലെ നഗരവികസനം പുരോഗമിക്കുമ്പോഴും ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ദുരിത ജീവിതം പേറുകയാണ്. ബത്തേരി ഫയർലാൻഡ് കോളനിയിലെ 30ഓളം കുടുംബങ്ങളാണ് വീടുകളോട് ചേർന്ന് മാലിന്യം ഒഴുകുന്ന ഓടയിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നത്. കൊതുകുകൾ പെരുകുകയും കനത്ത ചൂടിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും അധികാരികൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ ഫയർലാൻഡ് കോളനിയിലെ 30ഓളം കുടുംബങ്ങളാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി ടൌണിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെയും ഹോട്ടലുകളിലെയും എല്ലാം മലിനജലം ഒഴുക്കിവിടുന്നത് ഈ ഓവുചാലിലൂടെയാണ്. ഇതിനോരം ചേർന്ന് താമസിക്കുന്ന 30ഓളം കുടുംബങ്ങൾ ദുർഗന്ധം സഹിക്കവയ്യാതെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. മഴയായാൽ ഈ ഓവുചാൽ നിറഞ്ഞ് വീടിന്റെ വരാന്ത വരെ വെള്ളം കയറാറുണ്ട്. ചില സമയങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങൾ അടക്കം ഈ ഓവുചാലിലൂടെ ഒഴുക്കിവിടാറുണ്ടെന്നും പലതവണ അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും കോളനി നിവാസികൾ പറയുന്നു. 5 കൊല്ലം ഇവിടെ താമസിക്കുന്നത്. ടൗണ് മൊത്തം വരുന്ന വെള്ളം ഇങ്ങോട്ടേക്കാണ്. എല്ലാവരും ബാത്റൂമിട്ട് കക്കൂസിലൊക്കെ ഭയങ്കര മഴയാണ്. കുട്ടികൾക്ക് എന്ത് രോഗം വന്നാലും, കുട്ടികൾ നല്ല വലിയവരായാലും എന്ത് രോഗം വന്നാലും ഇതുവരെ ഞങ്ങൾക്കൊരു നടപടി ആരും സ്വീകരിച്ചില്ല. എല്ലാവർക്കും ഞങ്ങൾ പരാതി പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇതുവരെ ഇതൊരു സ്ലാവിട്ട് കൂടി തരാമെന്നുണ്ട്, അതുവരെ ചെയ്തും തന്നിട്ടില്ല. ചൂട് കൂടിയതോടെ കൊതുക് ശല്യം വർദ്ധിക്കുകയും കുട്ടികൾക്ക് ചൊറിച്ചിൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ദുർഗന്ധം സഹിക്കവയ്യാതെ ബോധക്ഷയം സംഭവിച്ച് പലരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത് വലിയൊരു ദുരവസ്ഥയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഈ പ്രദേശത്തിലൂടെ ഈ ഒരു മലിനജലം ടൗണിൽ നിന്ന് ഒഴുകി വരികയും ആ മലിനജലം ഒഴുകി വന്ന് അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത വിധം
ഇവിടെ ആളുകൾ മുഴുവനും ഒരുപാട് കുട്ടികളും വൃദ്ധരായ ആളുകളും ബോധക്ഷയം സംഭവിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇനിയും ഇത് കാത്തു നിൽക്കാനാവില്ല. കാരണം ഈ പ്രദേശത്തിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരൊക്കെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറെടുക്കുന്നത് എന്ന് അറിയിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തും. ഈ ഓവുചാൽ സ്ലാബിട്ട് മൂടുന്നതിന് വേണ്ടി ഫണ്ട് പാസ്സാവുകയും ആ ഫണ്ട് ഉപയോഗിച്ച് ടൌണിനടുത്ത് ആൾ താമസമില്ലാത്ത ഭാഗത്ത് സ്ലാബിട്ട് മൂടിയതുമായാണ് നാട്ടുകാർ പറയുന്നത്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. വേനൽ കനക്കുമ്പോൾ കുടിവെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടമോടുന്നു. ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാക്കി വാട്ടർ അതോറിറ്റി. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഈ പ്രദേശത്ത് പാഴാകുന്നത്. കുമ്പളാട് കരണി റോഡിന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ഒരാഴ്ചയ്ക്ക് മുകളിലായി പൈപ്പ് പൊട്ടി ജലം പാഴാവാൻ തുടങ്ങിയിട്ട്. പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചുവെങ്കിലും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറയുന്നു. ഏകദേശം 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. പ്രദേശത്താകെ കുടിവെള്ളക്ഷാമം രൂക്ഷവുമാണ്. അതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. റോഡിന് സമീപത്തുള്ള ഓവുചാലിന് മുകളിലായാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഓവുചാലിലൂടെയാണ് ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പൈപ്പിന്റെ അറ്റകുറ്റപ്പണി തീർത്ത കുടിവെള്ളം പാഴാകുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് ഈ വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് മുകളിലായി. പിന്നെ അവിടെ വാട്ടർ അതോറിറ്റി കൽപ്പറ്റ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലൈൻറ്റ് നമ്മൾ വിളിച്ചു പറയുകയും ചെയ്തതാണ്. എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് ഇതിനെതിരെ യാതൊരുവിധ നടപടിയും ഇവരെടുത്തിട്ടില്ല. വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇത്തരത്തിലൂടെ ഇത് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. പൂതാടി പഞ്ചായത്തിൽ കഴിഞ്ഞ 5 മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പഞ്ചായത്തിലേക്ക് പട്ടിണി മാർച്ച് നടത്തുമെന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് പൂതാടി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷേധ പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധത്തിൽ സംഘടനയുടെ സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് തല നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കെട്ടുകാരസ്ഥയാണെന്നല്ല, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിക്ക് അവർക്ക് ജോലി ചെയ്തതിനുള്ള കൂലി കിട്ടേണ്ടതുണ്ട്. ആ കൂലി കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് പല നിവേദനങ്ങളും കത്തുകളും നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇതേവരെ യാതൊരുവിധ ആനുകൂല്യം ഇനി വരാൻ പോകുന്ന ഒരു വിഷു, ഈസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിവൃത്തിയില്ല. ആദിവാസികളടക്കമുള്ള പാവപ്പെട്ട ഒരു നിവൃത്തിയില്ല. നമുക്കറിയാം 272 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരില്ല. ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ആ ജോലിക്ക് അനുസൃതമായി കൂലി കൊടുക്കാൻ കഴിയാതെ സർക്കാർ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ടൂറിസം മേഖലയെ തകർക്കാൻ ഗൂഢശ്രമമെന്ന് ടൂറിസം തൊഴിലാളികൾ. ജില്ലയിലെ ഇക്കോ ടൂറിസം മേഖലയെ തകർക്കാൻ ചില സ്വാർത്ഥ താൽപര്യ ലോബികൾ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതെന്ന് ടൂറിസം തൊഴിലാളി അസോസിയേഷൻ. പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാകുന്ന വ്യാജ പ്രചാരണമാണ് ഇതിന്റെ പിന്നിലെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. കാട്ടിക്കുളത്ത് പ്രതിഷേധ കൺവെൻഷൻ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുറുവ അടക്കമുള്ള ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും യൂണിയൻ ചെയർമാൻ സണ്ണി ജോസഫ് പറഞ്ഞു. വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന സംഘടന ഫോറസ്റ്റിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച്, ഫോറസ്റ്റിന് നടുവിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് ആളെ ഒഴിപ്പിച്ച് നാട്ടുപുറത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ വിചാരിക്കാൻ സാധിക്കാത്തത് 2, 3, 4 ദിവസം കൊണ്ട് ഈ സംഘടന ചെയ്തിട്ടുള്ള അനുഭവം നമ്മൾ നോക്കും. അപ്പൊ അവർക്കൊക്കെ വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെടണം. അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ഇതിന്റെ പിന്നിലുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒഴക്കൊടി നാഷണൽ LP സ്കൂൾ 66ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന KK ഉഷ ടീച്ചർക്ക് യാത്രയയപ്പ് ചടങ്ങും മാനന്തവാടി നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ BD അരുൺകുമാർ അധ്യക്ഷനായിരുന്നു. പുഷ്പരാജൻ, PV ജോർജ്, ഷൈല ജോസ്, AV മാത്യു എന്നിവർ സംസാരിച്ചു. കുരുന്നുവിരുന്ന്, കോൽക്കളി, ഗോത്രതാളം എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങിന് മുന്നോടിയായി അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഏറെ ശ്രദ്ധേയമായി.
വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 93ാം വാർഷികം ആഘോഷിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ രാജേന്ദ്രൻ, അധ്യാപകരായ തോമച്ചൻ മാസ്റ്റർ എന്നിവർക്ക് യാത്രയയപ്പും നൽകി. വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ശശികുമാർ പുറമേരി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായിക നിഖില മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് RDD ഗോകുൽകൃഷ്ണൻ അധ്യാപകർക്ക് സ്നേഹോപകാരം നൽകി. ബെസ്റ്റ് PTA ലഭിച്ച ഉപഹാരം HSC കോർഡിനേറ്റർ അബ്ദുൽ അസീസ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി ഇളയടത്ത് അധ്യക്ഷനായിരുന്നു. ബത്തേരി അസംഷൻ ജംഗ്ഷൻ, കോട്ടക്കുന്ന് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മത്സ്യ മാർക്കറ്റുകൾ ചുങ്കം ബസ് സ്റ്റാൻഡ് പരിസരത്തെ പുതിയ മാർക്കറ്റിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങി. തുടക്കത്തിൽ മത്സ്യ മാർക്കറ്റുകളാണ് മാറ്റിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ മാംസ വിൽപ്പനശാലകളും ഇങ്ങോട്ട് മാറ്റുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് അധ്യാപകർ നൽകുന്ന പങ്ക് മാതൃകാപരമാണെന്ന് IC ബാലകൃഷ്ണൻ MLA. കാപ്പിസെറ്റ് മുതലിമാരൻ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 38ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. CK ശശീന്ദ്രൻ MLA, കവിയത്രി PJ പ്രിയദർശിനി വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബിന്ദു പ്രകാശ്, ഗിരിജാകൃഷ്ണൻ നിർവഹിച്ചു. OK പീറ്റർ, A ദേവകി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ബെന്നി, ഗ്രാമപഞ്ചായത്ത് അംഗം CP വിൻസെന്റ്, CE EP സുരേശൻ, ലിസ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മാന്യ വ്യക്തികൾ എന്ന് പറയുന്നത് അധ്യാപകരാണ്. ആ അധ്യാപകരില്ലെങ്കിൽ സ്വാഭാവികമായും എന്നെ പോലുള്ള വ്യക്തികൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. വിദ്യാഭ്യാസമാണ് നമുക്ക് വലുത്. വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയുടെ പുരോഗതി. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, ആഗ്രഹങ്ങൾ പൂവണയുന്നതിന് വേണ്ടിയുള്ള ആദ്യാക്ഷരമാണ് അധ്യാപകർ. SYSന്റെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ TL സാബു നിർവഹിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി നസീർ കോട്ടത്തറ അധ്യക്ഷനായിരുന്നു. CK സഹദേവൻ, ബാബു, അബ്ദുറഹിമാൻ, K അഹമ്മദ് കുട്ടി, ഹസൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരളം വെന്തുരുകയാണ്. സാധാരണ വയനാട് എല്ലാവരും പറയാറുണ്ട് AC കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ AC ക്ലൈമറ്റാന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കോഴിക്കോടേക്കാളും പാലക്കാടിൻ്റെയും ഒക്കെ ഒപ്പം വയനാട് താപനില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം സർക്കാർ പോലും പ്രഖ്യാപിച്ചു 11 മണി മുതൽ 3 മണി വരെ പൊതുസ്ഥലങ്ങളിലുള്ള നടപ്പ് ഒഴിവാക്കണം, പ്രവൃത്തികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മലബാർ ഭദ്രാസനതല വെക്കേഷണൽ ബൈബിൾ സ്കൂളിന് തുടക്കമായി. മാനന്തവാടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കുന്ന ക്ലാസ് പ്രശസ്ത കവി സാദിർ തലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. MJSSA ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് കാട്ടുചിറ അധ്യക്ഷനായിരുന്നു. പള്ളി വികാരി ഫാദർ മത്തായി കുഞ്ഞ് ചാത്തനാട്ടുകൂടി പതാക ഉയർത്തി. മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ MJSSA ഭദ്രാസന ഡയറക്ടർ TV സജീഷിനെ ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഇൻസ്ട്രക്ടർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. MJSSA ഭദ്രാസന സെക്രട്ടറി PF തങ്കച്ചൻ, ഫാദർ ജോർജ് നെടുന്തള്ളിൽ, ഫാദർ സിനു ചാക്കോ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം KM ഷിനോജ്, ട്രസ്റ്റി ബേബി മേച്ചേരി, ഷിജു കോറോം, V വർഗീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ, ക്ലാസുകൾ, ഗെയിംസുകൾ എന്നിവ നടക്കും. ക്ലാസുകൾ 7-ന് സമാപിക്കും. മധ്യവേനൽ അവധിക്കാലത്ത് വയനാട്, നീലഗിരി ജില്ലകളിലായി വിവിധ സൺഡേ സ്കൂളുകളിൽ നിന്നുള്ള 250 കുട്ടികൾ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു.
ഉത്തര കേരള വസ്ത്ര വ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ 10ാമത് ഷോറൂം ബത്തേരിയിൽ ഏപ്രിൽ 4 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 ഷോറൂമിന്റെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിക്കുമെന്നും മാനേജ്മെന്റ് അംഗങ്ങളായ അഷ്റഫ് ഹാജി, KT സലാം എന്നിവർ പറഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ 36 വർഷമായി ഞങ്ങൾ ഈ വസ്ത്ര വിപണന വ്യാപാര രംഗത്ത് നാളിതുവരെ ജനങ്ങൾ നൽകിയ എല്ലാ സഹകരണത്തിനും ഞങ്ങളുടെ എല്ലാ ഔട്ട്ലെറ്റിലെ കസ്റ്റമറെയും ഞങ്ങളും അവരോട് നന്ദി ആദ്യമായിട്ട് പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ വ്യാഴാഴ്ച പത്രിക നൽകും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രത്യേക KPCC യോഗം നാളെ. ദേശീയ നേതാക്കൾ വയനാട്ടിലേക്ക്. രാഹുലിന് നാടെങ്ങും അഭിവാദ്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി. അമിത്ഷാ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്തി. മത്സരം ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സുഭാഷ് ബാബു. രാഹുൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതേതരത്വത്തിന്റെ കടക്കൽ കോടാലി വെക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് P. കൃഷ്ണപ്രസാദ്. അന്തിയുറങ്ങാൻ വീടില്ല. പ്രളയ ദുരിതബാധിതർ താലൂക്ക് ഓഫീസിന് മുൻപിൽ കുടിൽ കെട്ടി സമരത്തിന്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 5 മാസമായി കൂലിയില്ല. തൊഴിലാളികൾ പൂതാടി പഞ്ചായത്തിലേക്ക് വെള്ളിയാഴ്ച പട്ടിണി മാർച്ച് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.